മച്ചന്മാരെ ഇവിടെ കുറച്ച് അധികം ഡെലിവറി ഉണ്ടായിരുന്നു നമുക്ക്. അത് നമ്മളെല്ലാം കൊടുത്തു തീർത്തു. ഒരു 6-7 ഡെലിവറി ഒരു സ്ഥലത്തുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 2.3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള വീടുകളാണ്. ചെറിയൊരു മഴ പെയ്യുന്ന പോലത്തെ ഒരു കാലാവസ്ഥയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കവർ ചെയ്ത കാരണം ഞാനിതിപ്പോൾ കവർ ചെയ്യുന്നില്ല. പിന്നെ ആ റൂട്ട് തന്നെ കാണിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തൊരു സ്ഥലത്തെത്തിയിട്ട് നല്ലൊരു വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ സെയിം അത് റിപ്പീറ്റ് ആകണ്ടല്ലോ നോക്കിയിട്ട്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്ന് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 76 മിഷൻസാണ് ഉള്ളത്. ഇത് നമുക്ക് നോക്കാം. നമ്മുടെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഏകദേശം 21 കിലോമീറ്ററോളം പോകാനുണ്ട് ഫസ്റ്റ് ഡെലിവറിക്ക്. നമുക്ക് നോക്കാം എവിടേക്കാണ് കൊടുക്കാനുള്ളത്. നമുക്കിങ്ങനെ മാപ്പിൽ നോക്കി അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ കാണുന്നത് നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ കാണുന്നതൊക്കെ റെഡ് കാണുന്നില്ല, നമുക്ക് കൊടുക്കേണ്ട ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത് അവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ താഴത്തോട്ട്, പിന്നെ ഇങ്ങോട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലായിട്ടാണ് കൊടുക്കാനുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ ഫ്രണ്ട് സീറ്റ് ഫുള്ളായി. ഏയുടെ പാഴ്സൽ നമ്മുടെ എളുപ്പം കൊടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുവാണ്. ബാക്കിൽ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ അത് കൂടാണ്ട് റോഡിൽ നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ട്രാഫിക്കൊക്കെ മാറിയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഏയുടെ പാഴ്സൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് 2.2 കിലോമീറ്റർ ദൂരത്താണ് അടുത്ത ഡെലിവറി. നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതൊരു മടിയാണ് ശരിക്കും ഡെലിവറി ചെയ്യാനായിട്ട്. ഉറക്കം കൂടിപ്പോയതുകൊണ്ടൊരു മടിയാണ് കേട്ടോ സത്യമായിട്ട്. ശരിക്കും യൂറോപ്പ് ഭയങ്കര ഭംഗിയായിട്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. സമ്മർ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട്. ഇപ്പോൾ മെയ് ആണ്. സോ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഭംഗിയാവും. നമ്മൾ സ്വീഡനിൽ വന്നത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റല്ല, ജൂലൈ എൻഡ്, ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇലകളൊക്കെ പതുക്കെ കൊഴിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലകൾ പുതിയത്. റൗണ്ട് അബൌട്ടിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നമ്മുടെ ലൈസൻസിൻ്റെ ടെസ്റ്റാണ് നാളത്തെ കഴിഞ്ഞിട്ട്. കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഭയങ്കര ടഫാണ് പരിപാടി. ട്രക്ക് ഡ്രൈവർമാർക്ക് നല്ല പൈസയാണ് കേട്ടോ സ്വീഡനിൽ. ഇവിടെ എല്ലാം അവർലി പേയ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ബസ്സാണ്. ഗോതംബർഗ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വാസ്റ്റ് ട്രാഫിക് എന്നാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ.
ബസ്സെല്ലാം ബുക്ക് ചെയ്യേണ്ടതും നമുക്ക് നോക്കുന്നതും അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ ഹാംഷെല്ലായിരുന്നപ്പോൾ അവിടെ വേറൊരു ആപ്ലിക്കേഷനായിരുന്നു. ടിക്കറ്റും എല്ലാം അതിൽ തന്നെ നമുക്ക് എടുക്കാം. എല്ലാം AC ബസ്സസാണ്. ലോങ് റൂട്ട് ബസ്സസും ഉണ്ട്, പിന്നെ ഫ്ലിക്സ് ബസ്സും ഉണ്ട്. നമുക്കിന്ന് റൂട്ട് കുറച്ച് ഇടങ്ങേറിയ റൂട്ടാണ്. പാഴ്സൽ ഒരുപാടുണ്ട്. എത്രത്തോളം കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന് എന്തായാലും എൻഡ് ഓഫ് ദ വർക്കിംഗ് ടൈം നമുക്കറിയാം. നമുക്ക് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ഒരു സ്പീഡ് ഹമ്പ് ഫ്രണ്ടിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണിക്കുന്നത്. ഉണ്ടാവും വണ്ടി നമുക്ക് കണ്ടല്ലോ. ഇപ്പം കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ കുറച്ച് ടൈം ലാപ്സ് വീഡിയോസ് എടുക്കുന്നത് ചാനലിൽ. ആഹാ, നല്ല ഭംഗിയല്ലേ സൈഡിൽ നോക്കിയാൽ. പിന്നെ ഞാനൊന്നും അത്ര എഡിറ്റിംഗ് സിങ്കൊന്നും അല്ല. നമുക്ക് കിട്ടുന്ന വീഡിയോ മാക്സിമം നല്ല മിനിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നത് മാത്രം. പണ്ട് ഇവിടെയൊക്കെ ഉണങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. വിൻ്റർ സമയത്ത് ഒരുപാട് വീഡിയോസ് നല്ലത് കിട്ടിയതായിരുന്നു. വിൻ്ററിൻ്റെ ഇടക്ക് പക്ഷേ ഡെലിവറിയും ഭയങ്കര ടഫായിരുന്നു. വണ്ടി പല സ്ഥലത്തും ചെറിയ ഇതുപോലത്തെ കയറ്റം പോലും കയറത്തില്ലായിരുന്നു. മൊത്തം മഞ്ഞ് വീണ് കിടന്നിട്ട് ആ ഒരു ടൈമും ടഫായിരുന്നു. പക്ഷെ നമ്മളത് ഓവർകം ചെയ്തു. ഇവിടെയാണ് നമുക്ക് അടുത്ത ഡെലിവറി. എന്തായാലും കയറ്റുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നിർത്താം. 30 മീറ്റർ നടക്കാൻ ദൂരമുള്ളൂ. പിന്നെ അവിടെ ഇട്ട് നമ്മൾ വളക്കണം. അത് പാടായിരിക്കും. എന്തായാലും കൊടുത്തിട്ട് വരാം. അപ്പോൾ ഭാഗ്യത്തിന് മച്ചാന്മാർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ മെയിൽ ബോക്സ് ഇരിപ്പുണ്ട്. അവിടെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. എന്തായാലും അപ്പോൾ ആ ഡെലിവറി കംപ്ലീറ്റ് ആയി. അടുത്തതും അടുത്ത് തന്നെയാണ്. നോക്കിയിട്ട് 25 രണ്ടാമത്തെ വീടാണ്. ഈ വീട്ടിലാണ് കൊടുക്കേണ്ടത്. എന്തായാലും പാഴ്സൽ കൊടുത്തിട്ട് വരാം.
കൊച്ചന്മാരെ, അപ്പോൾ നമ്മളുടെ എയുടെ പാഴ്സൽസ് എല്ലാം തീർന്നു. ബിയുടെ ഒരെണ്ണം ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഏകദേശം 58 സ്റ്റോപ്സ് കൂടി നമുക്കുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ എടുത്ത് ഇവിടെ ഒരു ചർച്ച ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചർച്ചാണ്. അതിൻ്റെ കറക്റ്റ് വ്യൂ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറ്റാവുന്ന നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ചർച്ച്. സ്വീഡനിൽ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, എത്തിസ്റ്റുകളാണ് കൂടുതൽ. അവർക്ക് അങ്ങനെ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. പല സ്ഥലത്തും ഞാൻ ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ എടുക്കാം കേട്ടോ. പല സ്ഥലത്തും അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പല വീടുകളിലും. ക്രിസ്ത്യാനിറ്റീനെ എന്താ പറയുക, കുറച്ചുകൂടി വിപുലീകരിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചില കുട്ടികളെ പരിചയപ്പെട്ടു. അവർ എന്താ പറയുന്നത്, അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുവാണ്. ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് അവരുടെ എന്താ അവയർനെസ് ഒക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ മതത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പല വീട്ടിലും അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പ്രവേശനം ഇല്ലെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അവർ ചിലപ്പോൾ അറിയത്തില്ല എന്താണ് അതിൻ്റെ കാരണങ്ങളൊന്നും. പക്ഷെ കൂടുതൽ ആൾക്കാർ എത്തിസ്റ്റുകളാണ്. ഒരു പബ്ബ് വരെ ഇവിടെ എന്താ പറയണ, പണ്ടൊരു ചർച്ചായിരുന്നു, അത് റിനോവേറ്റ് ആക്കി ഒരു പബ്ബ് വരെ ആക്കി. ഈ റൂട്ടൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഈ റൂട്ട് ഭയങ്കര സൂപ്പറാണ്. നമ്മൾ ഓർക്കും ഇങ്ങോട്ട് വീടുകളൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ ഇങ്ങോട്ട് നമ്മൾ കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇതിനും മാത്രം വീടുകളുണ്ടായിരുന്നു എന്നുള്ളത്. ചെറിയൊരു വഴിയാണ്, പക്ഷേ വിൻ്ററിലൊക്കെ വരുമ്പോൾ 3 മണിയാകുമ്പോൾ ഇരുട്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പേടിയായി ഈ റൂട്ടൊക്കെ വരാനായിട്ട്. ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നും എന്തായാലും. പക്ഷെ നമ്മളതിലും കൂടുതൽ ഭയം അവർക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതാരാണ് ഈ രാത്രിക്ക് വരുന്നത് ഡെലിവറി ആയിട്ട്. നമ്മൾ ഡെലിവറി ടൈം അങ്ങനത്തെ ആയതുകൊണ്ടാണ് നമുക്ക് 3 മണിക്കാണ് ഡെലിവറി തുടങ്ങുന്നത്, ലോഡിങ് സ്റ്റാർട്ടാകുന്നത്. 11 മണി വരെ നമ്മുടെ വർക്കിംഗ് ടൈം. കാരണം ഓഫീസ് ടൈം കഴിഞ്ഞ് ആൾക്കാർ വീട്ടിലുണ്ടാകും, കസ്റ്റമേഴ്സ് വീട്ടിലുണ്ടാകും എന്നുള്ളതുകൊണ്ട്. കണ്ടോ, ആ ചെറിയൊരു വഴി തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. സ്വീഡനിലെ തനതായ ഒരു ഗ്രാമക്കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നമ്പർ 19 ഇത് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ള വീട്. ഇത് നോക്കിയേ, അവിടെ മറ്റേ വാൻസ് കിടക്കുന്ന, മറ്റേ ആൾക്കാരിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന വാൻസാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വീഡൻ കാർ സീരീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കാർ ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഡെലിവറി കൊടുത്തിട്ട് വരാം മച്ചന്മാരെ. അപ്പോൾ 7 മണിയായി. നമുക്കിനി 45 മിഷൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത ഡെലിവറി ഏകദേശം ഒരു 3.5 കിലോമീറ്റർ, 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല ഒരു ട്രാവലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുത്തേക്കെല്ലാം നോർത്തു. കൊടുത്ത് തീർക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്ന ഡെലിവറിയുടെ ഒരു മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡെലിവറി ഒരു സ്ഥലത്ത്, അടുത്ത ഒരു സ്ഥലത്ത്, അങ്ങനെയാണ്. അപ്പോൾ വഴിയിലൊക്കെ കാണാൻ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്വീഡിഷ് ഗ്രാമത്തിൽ കൂടി നമ്മൾ പോകുന്നത്, ഗ്രാമത്തിലേക്കാണ് പോവുകയും ചെയ്യുന്നത് വീണ്ടും. ചെറിയൊരു മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം അത് മാറി. ഇത് റോഡ് പണി നടക്കുവാണ്. വൈറ്റ് ആ ബോർഡേഴ്സ് അവർ ഹൈലൈറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വീഡിയോ അപ്പോൾ ഞാൻ ഇനി ടൈം ലാപ്സ് ഇട്ട് എടുക്കാം. അപ്പോൾ
കുറച്ച് എളുപ്പമാകുമായിരിക്കുമല്ലോ കാണാനായിട്ട്. മച്ചന്മാരെ, അപ്പോൾ 8 മണി കഴിഞ്ഞു. നമുക്കിനി 29 സ്റ്റോപ്പ് കൂടി ബാക്കിയുണ്ട്. നമ്മുടെ സൈഡ് ഡോർ അടഞ്ഞിട്ടില്ല. ഒന്ന് പോയി അടച്ചിട്ട് വരാം. .3 കിലോമീറ്ററിലാണ് അടുത്ത ഡെലിവറി. അങ്ങോട്ട് പോവുകയാണ്. ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു കേട്ടോ, പക്ഷേ അങ്ങനെ കാര്യമായിട്ടൊന്നും പെയ്തില്ല. അപ്പാർട്ട്മെൻറ്റ് കിട്ടാതെ ഇതുപോലെ വീടുകൾ കെട്ടിക്കൊണ്ടിരുന്ന് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പാർട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു പാടായിരിക്കും. പക്ഷേ അപ്പാർട്ട്മെൻറ്റ് കിട്ടും, ഉറപ്പാണ്. നമ്മൾ സിറ്റി സൈഡിലാണ് വന്നേക്കണം ഇപ്പോൾ, കുൻസ്ബാക്ക. സിയുടെ പാഴ്സൽസാണ് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ സിയുടെ പാഴ്സൽസ് ഒരു 9:30 തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഡിയുടെ പാഴ്സൽ ഒരു 11 മണിക്കൂർ തീർക്കാൻ പറ്റും. അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള വീടുകളാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാകേണ്ടതാണ്. മരങ്ങളിലൊക്കെ ഈ മരത്തിലൊന്നും ഇപ്പോഴും ഇല വന്നിട്ടില്ല. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക്.
സിറ്റിയിൽ തന്നെ അകത്തേക്കുള്ള കുറച്ച് വീടുകളാണ് കേട്ടോ ഇതൊക്കെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വീട്. എന്തായാലും പാക്കറ്റ് കൊടുത്തിട്ട് വരാം. മച്ചന്മാരെ, നമുക്കിനിപ്പോൾ 15 പാക്കറ്റ് കൂടി കൊടുക്കണ്ട. 15 പാക്കറ്റില്ല, 15 സ്റ്റോപ്പ് കൂടിയുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റായി. നമ്മൾ അടുത്ത ഡെലിവറിക്ക് പോവുകയാണ്. 100 മീറ്ററിലെത്തും അടുത്ത ഡെലിവറി. ഇവിടെ നിന്ന് അകത്തോട്ടാണ് കാണിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റാണ് ഉറപ്പായിട്ടും. അപ്പാർട്ട്മെൻറ്റ് ഡെലിവറി ഭയങ്കര പാടാണ് കേട്ടോ. ചിലതിൽ ലിഫ്റ്റ് ഉണ്ടാകത്തില്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്തായാലും പോയിട്ട് വരാം. നമ്മൾ ഡെലിവറി ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്ക് വെച്ചിട്ടൊരു അരമണിക്കൂറിൽ തീരേണ്ടതാണ്. നമുക്കിനി ഒരു 7 പാക്കറ്റ് കൂടി കൊടുത്താൽ മതി. ഒമ്പത് അരയേ ആയിട്ടുള്ളൂ, 9:30 ആയുള്ളൂ. സുഖം, നമുക്ക് ഇഷ്ടംമാതിരി സമയമുണ്ട്. 7 പാക്കറ്റ് കൊടുക്കാൻ നമുക്കൊരു 30 to 40 മിനിറ്റ്സ് മതിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. ഇപ്പോൾ 7 ഡെലിവറിയിൽ 1 ഡെലിവറി അടുത്ത് ഓൾറെഡി ഒരു 100 മീറ്ററിലാണ്. ആ അറ്റത്ത് കാണുന്ന ബ്ലാക്ക് ബിൽഡിംഗ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും. എന്താണാവോ കൊടുക്കേണ്ടത്? എമ്മയുടെ പാഴ്സൽ ഇവിടെ ഇല്ല, നമുക്ക് പുറകിൽ നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരുന്ന ഡെലിവറി കൊടുത്ത് നമ്മൾ അടുത്തത് നമുക്ക് 150 മീറ്ററിലാണ്, അങ്ങോട്ട് പോവാം. പക്ഷേ അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെലിവറി ഇന്നത്തെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 34 ഹൗസ് നമ്പർ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കിട്ടി ലാസ്റ്റ് ഡെലിവറി എല്ലാം. 36 അടുത്ത വീടാണ്. അപ്പോൾ ഈ കാണുന്ന വീടാണ്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഡെലിവറി കൊടുക്കുന്നു. ഇതാണ് പാക്കറ്റ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിന്ന് 72 മിഷനായിട്ട് വന്നായിരുന്നു. നമ്മുടെ എല്ലാം തീർന്നു. നമുക്കിനിയിപ്പോൾ സപ്പോർട്ടിലൊന്ന് മെസ്സേജ് ചോദിക്കണം, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ളൂ. അതുമാത്രമേ ഉള്ളൂ. എന്തായാലും 9:30 കഴിഞ്ഞ കാരണം അതിനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. 9:30ക്ക് മുമ്പ് നമ്മൾ എല്ലാം തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ ഒരു ഹെൽപ്പ് ഓപ്ഷൻ കിട്ടാറുള്ളൂ. പാഴ്സൽ തീരാത്ത ആൾക്കാർക്ക് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നോർമലി അതിൻ്റെ ഉദ്ദേശം. നമുക്ക് എന്തായാലും ചോദിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇന്നത്തൊക്കെ വൈൻഡപ്പ് ചെയ്യുവാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. സ്വീഡനിലെ നോർത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങോട്ടൊരു റൂട്ട് അടുത്ത് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ച വഴി എത്രയും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു സ്വീഡനിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.